ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ടെക്നിക്സ് ആർ ടൂൾസ് ഓർ മെത്തേഡ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, ടൂൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്താണെന്നാണ് പറയുന്നത്. ദ അനാലിസിസ് ഓഫ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്സ് ആൻഡ് ട്രെൻഡ്സ് ടു ഡിറ്റർമിൻ വെദർ ഓർ നോട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കൺസേൺ ആൻഡ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഹാവ് സാറ്റിസ്ഫാക്ടറി. ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ വിലയിരുത്തുന്നത് നോക്കുന്നത് റിലേഷൻഷിപ്പാണ്. അത് ഏതാണ് കണ്ടൻറ്റ്, ആ കണ്ടൻറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതും എന്ത് ട്രെൻഡാണ് അവിടെ ഉള്ളത്, ആ ഫേമിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും അതുകൂടാതെ ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിനും ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി സാറ്റിസ്ഫാക്ടറി ആണോ എന്ന് വിലയിരുത്തുന്നതിനുമാണ് നമ്മൾ അനാലിസിസ് നടത്തുന്നത്. In the process of this analysis, various tools or methods are used by the financial analyst. ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഇതിനു വേണ്ടി അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുന്നതിന് പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണയായിട്ട് അനലിസ്റ്റുകൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ചില ടൂൾസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 7 ടൂൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ് പറയണത്. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, trend ratios or trend percentages, fund flow statement, cash flow statements, ratio analysis and break-even point analysis. ഇതിൽ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത് ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ് ടൂൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ബാക്കിയുള്ള ചാപ്റ്ററിലായിട്ട് നമ്മൾ റേഷ്യോ അനാലിസിസ് വരെയുള്ളത് പഠിക്കും. ബ്രേക്ക്-ഇവൺ പോയിൻ്റ് നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ 7 ടൂൾസാണ് എന്തിനു ഉപയോഗിക്കുന്നത്, ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ഫസ്റ്റ് വന്നത് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ കമ്പയർ ചെയ്യുന്നതാണ്. അത് ചിലപ്പോൾ 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് തമ്മിലായിരിക്കും, 2 വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തമ്മിലായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. The preparation of comparative statements are the important devices of horizontal financial analysis. ഹൊറിസോണ്ടൽ ഫിനാൻഷ്യൽ അനാലിസിന് ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ ഡാറ്റ ബിക്കംസ് മോർ മീനിങ്ഫുൾ ഓൺലി വെൻ ദീസ് ആർ കമ്പയർഡ് വിത്ത് സിമിലർ ഡാറ്റ ഓഫ് എ പ്രീവിയസ് പീരീഡ് ഓർ നമ്പർ ഓഫ് പ്രയർ പീരീഡ്സ്. ഫിനാൻഷ്യൽ ഡാറ്റാസ് നമ്മൾക്ക് കൂടുതൽ മീനിങ് ആവുന്നത് അത് സിമിലർ ഡാറ്റ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ 2 വർഷങ്ങൾ തമ്മിലുള്ളത്, കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും തമ്മിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കുറേ മുന്നത്തെ വർഷങ്ങളിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റ് വെച്ചിട്ടോ കമ്പയർ ചെയ്യുന്നതായിരിക്കാം. അതായിരിക്കും കൂടുതൽ നമ്മൾക്ക് റിസൾട്ട് നൽകുന്നത്. Comparative finance statements are those statements where figures of the finance statements of 2 or more years are placed side by side to facilitate comparison. Comparative finance statements എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷത്തെ കാലം 2-3 വർഷത്തെ ഫിനാൻഷ്യൽ ഫിഗേഴ്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ സൈഡിലായിട്ട് എഴുതും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ഓരോ വർഷത്തെയും ഡാറ്റാസ് നമ്മൾ എടുത്തെഴുതിയിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. These are prepared in a form that reflect financial data of 2 or more periods. ഇപ്പോൾ 2-3 പീരീഡ്സ് അല്ല അധികമോ പീരീഡ്സ് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് കമ്പയർ ചെയ്തിട്ട് റിസൾട്ട് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. Such comparative statements are of great value in forming the opinion regarding the progress of the enterprise. അപ്പോൾ നമുക്കതിൻ്റെ പ്രോഗ്രസ് എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കും. ആ ഫേമിൻ്റെ അങ്ങനെ 2 വർഷത്തെ ഡാറ്റാസ് ആയിരിക്കാം, ചിലപ്പോൾ 2-3 വർഷത്തെ ഡാറ്റാസൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത്തരത്തിൽ കമ്പയർ ചെയ്യണത്. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ വരണമെന്നാണ് പറയണത്. ആബ്സലൂട്ട് ഫിഗർ ഓഫ് 2 or more years എമൗണ്ട് ഇൻ റുപ്പീസ് നമുക്ക് തന്നാക്കണത് നമ്മൾ എത്ര വർഷത്തേക്കാണെന്ന് വെച്ചാൽ ആ എമൗണ്ട് എടുത്ത് എഴുതാം. പിന്നെ നോക്കണത് അത് തമ്മിൽ ചേഞ്ചസ് ആണ്. അപ്പോൾ കറണ്ട് ഇയറും പ്രീവിയസ് 2 വർഷത്തുള്ളെങ്കിൽ കറണ്ട് ഇയറിൽ പ്രീവിയസ് ഇയറിനേക്കാൾ എത്ര ഇൻക്രീസ് വന്നു ഡിക്രീസ് വന്നു എന്നുള്ളതാണ് നോക്കണത്. ആ 2 ഫിഗർ തമ്മിൽ എത്രയാണ് എമൗണ്ട് ഇൻക്രീസ് എത്രയാണ് ഡിക്രീസ് വന്നത് നോക്കും. പിന്നെ അത് പെർസെൻറ്റേജ്, ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും അതിൻ്റെ പെർസെൻറ്റേജ് ഇത്രയുമാണ് ആ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നത്. അപ്പോൾ പർട്ടിക്കുലേഴ്സിൻ്റെ കോളം 4 എമൗണ്ടുകളും ഫസ്റ്റത്തേൽ വന്നത് 2 വർഷമാണെങ്കിൽ 2 വർഷത്തെ എമൗണ്ടുകൾ നമ്മൾ അങ്ങനെ എടുത്തെഴുതും. 3-ാമത്തെ എമൗണ്ട് കോളത്തിൽ നമ്മൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എഴുതണം കേട്ടോ. കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും തമ്മിലുള്ളത്.
ലാസ്റ്റത്തെ എമൗണ്ട് കോളത്തിൽ പെർസെൻറ്റേജ് ആണ് എഴുതണത്. പെർസെൻറ്റേജ് നമ്മൾ കണക്കാണ് എത്രയാണ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ ഇൻറ്റു 100 എന്നാണ് വന്നത് കേട്ടോ. ഇനി കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും ഉണ്ട്, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. ആദ്യത്തെ പറയുന്നത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 വർഷത്തെ ബാലൻസ് ഷീറ്റിൻ്റെ എമൗണ്ടുകൾ നമ്മൾ എടുത്ത് എഴുതിയിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. ഇൻ ഫോമിങ് ആൻ ഒപ്പീനിയൻ അബൌട്ട് ദ പ്രോഗ്രസ് ഓഫ് ദ എൻ്റർപ്രൈസ്, പ്രോഗ്രസ് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദ ട്രെൻഡ് ഓഫ് ദ സെയിം ഐറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ഓഫ് 2 or more balance sheets of the same businesses enterprise on different dates. അതായത് ഒരേ ഗ്രൂപ്പ് ഐറ്റംസ്, ഇപ്പോൾ ലയബിലിറ്റി ആണ് ലയബിലിറ്റി മാത്രം, അല്ലെങ്കിൽ അസെറ്റാണ് അസെറ്റ് മാത്രം, അങ്ങനെ ഓരോന്നായിട്ട് ഗ്രൂപ്പായിട്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, കമ്പയർ ചെയ്യണത്. ദ ചേഞ്ചസ് ഇൻ പീരിയോഡിക് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് റിഫ്ലക്ട് ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഓരോ പീരീഡ്സിലും വരുന്ന ഓരോ ഇയറിലും വരുന്ന മാറ്റങ്ങൾ അറിയാനായിട്ട് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The changes can be observed by comparing the figures of items in the balance sheet at the beginning and at the end of the period. അതായത് ബിഗിനിങ്ങും എൻഡ് ഓഫ് ദ പീരീഡ്. ഇപ്പോൾ എത്ര വർഷത്തിന്, ആദ്യത്തെ വർഷം തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ ഇയർ വരെയുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. The comparative balance sheet has 2 columns to show the data of original balance sheets. Third column to show increase or decrease in absolute figures and a fourth column for percentage increase or decrease in figures. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും എങ്ങനെ തന്നെയാണ് കോളങ്ങൾ വരുന്നത്, പർട്ടിക്കുലേഴ്സുകൾ 4 എമൗണ്ട് കോളം വരും. ആദ്യത്തെ 2 കോളത്തിലും തന്നാക്കണ എമൗണ്ടുകൾ നമ്മൾ എടുത്തെഴുതും. പിന്നെ മൂന്നാമത്തേൽ തമ്മിൽ ഡിഫറൻസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എഴുതും. 4ാമത്തെ കോളത്തിൽ ലാസ്റ്റത്തെ കോളത്തിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണ് എഴുതണത്. ഇനി ഇതിൽ തന്നെ കമ്പാരിറ്റീവ് രണ്ടാമത്തേതാണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ബിസിനസ്സിൻ്റെ മാറ്റം എന്താണ്, ആ ഫേമിനൊന്ന് ഓരോ ഇയറിലും വന്ന മാറ്റങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് കമ്പയർ ചെയ്യുന്നത് കേട്ടോ. ദ ചേഞ്ചസ് ഇൻ ആബ്സലൂട്ട് ഡാറ്റ ഇൻ മണി വാല്യൂസ് ആൻഡ് പെർസെൻറ്റേജ് ഹെൽപ്പ് ടു അനലൈസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ്. ഡാറ്റ ചേഞ്ചസ് വന്നാക്കണേൻ്റെ എത്ര എമൗണ്ട് നമ്മൾക്ക് വന്നിട്ടുണ്ട് പോയിട്ടുണ്ട്, ഡിഫറൻസ് എത്രയാണെന്ന് അറിയാൻ പറ്റും. പിന്നെ ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുന്നതിന് സാധിക്കും. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആസ് 4 കോളംസ്. ആദ്യം പറഞ്ഞ പോലെ 4 കോളമാണുള്ളത്. ഫസ്റ്റ് കോളം 2 വർഷത്തെ എമൗണ്ട് എടുത്തെഴുതാം. തേർഡ് ആൻഡ് ഫോർത്ത് കോളം ആർ യൂസ്ഡ് ടു ഷോ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഫിഗേഴ്സ് ഇൻ ആബ്സലൂട്ട് എമൗണ്ട്സ് ആൻഡ് പെർസെൻറ്റേജ് റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് രണ്ടായിരുന്നു. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ഉണ്ട്, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. രണ്ടിലും എന്താണ് നമ്മൾ ചെയ്യുന്നത്, എത്ര വർഷത്തെ ഡാറ്റാസ് ഉണ്ട് അത് വെച്ച് കമ്പയർ ചെയ്യുക, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണെന്ന് കണ്ടെത്താം, അതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണത്. ഇനി രണ്ടാമത്തെ ടൂളാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ടു ഷോ ദ റിലേഷൻഷിപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ഐറ്റംസ് വിത്ത് സം കോമൺ ഐറ്റംസ്. അത് ഏതെങ്കിലും ഒരു ഐറ്റം കോമൺ ആയിട്ട് എടുത്തിട്ട് മറ്റുള്ള ഐറ്റത്തെ എന്ത് ചെയ്യണം, നമ്മൾ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണത്. ദീസ് ആർ ദ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഗീവ് റുപ്പി വാല്യൂ. ദേ ആർ നോൺ ആസ് 100% സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതൊരു റുപ്പി വാല്യൂ ആണോ, പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് പറയുക 100% സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കൂടി പറയാറുണ്ട് കോമൺ സൈസിന്. For example, if the balance sheet items are expressed as of each asset to total of assets and the ratio of each liability to total of liabilities. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ അതിൽ നമ്മൾ നോക്കുന്നത് ടോട്ടൽ അസറ്റ്സും ഓരോ അസറ്റും തമ്മിൽ. ഇപ്പോൾ ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി അസറ്റ്സും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അസറ്റ് സൈഡ് നോക്കണത്, കമ്പയർ ചെയ്യണത് ടോട്ടൽ അസറ്റ്സ് എത്രയാണ് എമൗണ്ട് അതാണ് അതിനെ ബേസ് ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് അതിൽ ഓരോ ഐറ്റം കറണ്ട് അസറ്റ്, ഇപ്പോൾ ക്യാഷിൻ്റെ എമൗണ്ട് എത്രയാണ് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ് ഇൻറ്റു 100. ലയബിലിറ്റിയും അങ്ങനെ തന്നെ, ടോട്ടൽ ലയബിലിറ്റി ഏതാണ് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി ഇത് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലയബിലിറ്റി ഇൻറ്റു 100. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. ദസ് എ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ടു ദ ഹോൾ. അതായത് കോമൺ സൈസിൽ എന്താണ്, ഒരു കോമൺ ആയിട്ട് ഒരു എമൗണ്ട് എടുത്തിട്ട് അതിന് ഓരോന്നും മൊത്തത്തിൽ ഓരോ ഈ ഐറ്റവും തമ്മിൽ റിലേഷൻഷിപ്പ് എത്ര പെർസെൻറ്റേജ് അതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ വെർട്ടിക്കൽ ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് കമ്പാരിസൺ ഓഫ് 2 ബിസിനസ് എൻ്റർപ്രൈസ് അറ്റ് എ സർട്ടൺ ഡേറ്റ്.
ഇത് വെർട്ടിക്കൽ ഫിനാൻഷ്യൽ അനാലിസിന് ഏറ്റവും ഹെൽപ്പ്ഫുള്ളാണ്. അതുപോലെ തന്നെ എന്താണ്, രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലുണ്ടെങ്കിൽ ഒരേ ഡേറ്റിനുള്ള സർട്ടൺ ഡേറ്റിന് ആ സെയിം ഡേറ്റിൽ തന്നെ അതിൻ്റെ ബാലൻസ് ഷീറ്റ് കമ്പയർ ചെയ്യുന്നതിന്, രണ്ട് ഫേമിൻ്റെയും പ്രോഗ്രസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റും രണ്ടെണ്ണം ഉണ്ട്. കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഉണ്ട്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ items are expressed as percentage of each asset to total of assets and percentage of each liability total of liabilities is called common size balance sheet. In other words, each asset is expressed as percentage of total assets. അതായത് ഓരോ അസറ്റും നോക്കണം, നമ്മൾ ടോട്ടൽ അസറ്റ്സിൽ എത്ര പെർസെൻറ്റേജ് ക്യാഷ് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഡെപ്റ്റേഴ്സ്, എത്ര പെർസെൻറ്റേജ് ഫിക്സഡ് അസറ്റ് വന്നിട്ട് അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ലയബിലിറ്റി ആണെങ്കിൽ ടോട്ടൽ ലയബിലിറ്റിയിൽ എത്ര ലോങ് ടേം ലയബിലിറ്റി വന്നിട്ടുണ്ട്, എത്ര കറണ്ട് ലയബിലിറ്റി ഉണ്ട്, അതാണ് നമ്മളിതിൽ നോക്കുന്നത് കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൽ നോക്കുന്നത്, പ്രധാനമായിട്ടും നോക്കുന്നത്. രണ്ടാമത്തെ വന്ന കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. Common size income statement is a statement in which each item of expense is shown as a percentage of total revenue or sales. ഇവിടെ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇതിനെ ബേസ് ആയിട്ട് എടുക്കുക, കോമൺ ആയിട്ട് എടുക്കുക സെയിൽസിനാണ്. സെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഓരോ ഐറ്റവും കമ്പയർ ചെയ്യണത്. A significant relationship can be established between items of income statement and volume of sales. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ വന്നാക്കണ ഓരോ ഐറ്റവും സെയിൽസുമായിട്ട് എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ സെയിൽസ് കൂടുന്നതിനനുസരിച്ച് എക്സ്പെൻസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻക്രീസ് ഇൻ സെയിൽസ് വിൽ സർട്ടൻലി ഇൻക്രീസ് ദ സെല്ലിംഗ് എക്സ്പെൻസസ് ആൻഡ് നോട്ട് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻഷ്യൽ എക്സ്പെൻസസ് വിച്ച് ആർ മോസ്റ്റ്ലി ഫിക്സ്ഡ് ഇൻ നേച്ചർ. അതായത് സെയിൽസ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് അഫക്റ്റ് ചെയ്യുന്നത്, സെല്ലിംഗ് എക്സ്പെൻസ് കൂട്ടുന്നത്. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ ഫിനാൻഷ്യൽ എക്സ്പെൻസ് എന്താണ്, യാതൊരു ചേഞ്ചസും വരില്ല, അതെന്താണ് ഫിക്സഡ് ആണ്. എത്ര എമൗണ്ട് ഓഫ് സെയിൽസ് കൂടിയിട്ടുണ്ടെങ്കിലും ഈ രണ്ട് എക്സ്പെൻസിൽ യാതൊരു മാറ്റവും വരില്ല, സെയിം ആയിരിക്കും രണ്ടിൻ്റെ പെർസെൻറ്റേജ്. ഇൻ കേസ് ദ വോളിയം ഓഫ് സെയിൽസ് ഇൻക്രീസസ് ടു എ കൺസിഡറബിൾ എക്സ്റ്റെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഫിനാൻഷ്യൽ എക്സ്പെൻസ് മേ ഓൾസോ ഗോ അപ്പ്. പക്ഷേ ചില കേസുകളിൽ എന്താണ്, വോളിയം ഓഫ് സെയിൽസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ലിമിറ്റിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, അഡ്മിനിസ്ട്രേഷനും ഫിനാൻഷ്യൽ എക്സ്പെൻസസും ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഒരു പരിധിയിൽ കൂടുതൽ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്തരത്തിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും അതും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. കമ്പാരിറ്റീവും കോമണും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പാരിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റുകളുടെ എമൗണ്ട് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എമൗണ്ട് കമ്പയർ ചെയ്യണം. പക്ഷേ കോമൺ സൈസ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റിലാണെങ്കിൽ ടോട്ടൽ അസറ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ ലയബിലിറ്റിയാണ് നമ്മൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഇനി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ കോമൺ സൈസ് ആണെങ്കിൽ എന്താണ്, സെയിൽസ് ഉപയോഗിച്ചിട്ടാണ് ഓരോ പെർസെൻറ്റേജും കാൽക്കുലേറ്റ്, ഓരോ ഐറ്റവും കാൽക്കുലേറ്റ് ചെയ്യണത് കേട്ടോ. ഇനി അടുത്തത് ട്രെൻഡ് റേഷ്യോസ് ആണ് പറയണത്. ട്രെൻഡ് സിഗ്നിഫൈസ് ടെൻഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് വരുന്നത്. Therefore, review and appraisal of tendency in accounting variables is simply called as trend analysis. ടെൻഡൻസി ആണ് അക്കൗണ്ടിങ് വേരിയബിൾസ് തമ്മിൽ. അക്കൗണ്ടിങ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും, അതെങ്ങനെയാണ് ഇൻക്രീസ് ആണോ ഡിക്രീസിങ് ആണോ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ട്രെൻഡ് റേഷ്യോ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് ഹൊറിസോണ്ടൽ ഫിനാൻഷ്യൽ അനാലിസിസ്. ഹൊറിസോണ്ടൽ അനാലിസിസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ട്രെൻഡ് റേഷ്യോസ്. Under this technique of financial analysis, the ratios of different items for various periods are calculated and then a comparison is made. An analysis of the ratios over the past few years may well suggest the trend or direction in which the concern is going upward or downward. ഈ ടെക്നിക്ക് പ്രകാരം പല റേഷ്യോസ് പല രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പാരിസന് വേണ്ടിയിട്ട് ട്രെൻഡ് റേഷ്യോസിൽ ട്രെൻഡ് പെർസെൻറ്റേജിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് കുറച്ച് വർഷത്തെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾക്ക് എന്തറിയാൻ പറ്റും, ട്രെൻഡ് അറിയാനായിട്ട് സാധിക്കും. സെയിൽസ്, പ്രോഫിറ്റ്, എക്സ്പെൻസ് ഒക്കെ കുറേ വർഷങ്ങളിൽ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ വർഷവും എത്ര ഇൻക്രീസ് വന്നു നോക്കും. സെയിൽസ് കൂടിയിട്ടുണ്ട്, അതിനനുസരിച്ച് ഏതാണ് എക്സ്പെൻസ് കൂടിയത്, പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് വന്നപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. The method of trend percentage is a useful analytical device for the management since by substituting percentages for large amounts, the brevity and readability are achieved.
ട്രെൻഡ് പെർസെൻറ്റേജ് ആണ് ഏറ്റവും കൂടുതൽ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും നമ്മളത് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് നമ്മൾക്ക് വളരെ വേഗത്തിൽ കിട്ടുകയും ചെയ്യും, അതിനൊരു വിശ്വാസ്യത ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം നമുക്ക് ഒരു 5 വർഷത്തെ 6 വർഷത്തേന് എടുത്തെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 മെത്തേഡ് ടൂൾസാണ് പ്രധാനമായി ഈ മൊഡ്യൂളിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ, പ്രോബ്ലം ബേസ് ചെയ്ത് പഠിക്കാനുള്ളത്. ബാക്കി അടുത്ത് വന്ന ചാപ്റ്റേഴ്സിലാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, റേഷ്യോ അനാലിസിസ് ഒക്കെ പഠിക്കുന്നത്. ബ്രേക്ക് ഇവൺ പോയിന്റ് എന്നാൽ ജസ്റ്റ് തിയറി അത് മാത്രമേ നമ്മൾ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ട്രെൻഡ് റേഷ്യോസ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് എന്താണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമിൻ്റെ ക്യാഷ് പൊസിഷൻ, ഓൺലി ക്യാഷ് ബേസ്ഡ് ട്രാൻസാക്ഷൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് യൂസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് ഓൺലി ആണ്. ക്യാഷിൻ്റെ വരവും പോക്കും മാത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണത് നമുക്ക് ഫേമിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഫണ്ട് പ്ലസ് ക്യാഷ് അടക്കം എത്ര ഫണ്ട് നമ്മളുടെ കയ്യിലുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓൺലി ഫണ്ടാണ് വന്നത് കേട്ടോ. അത് ഫണ്ടിൻ്റെ ഔട്ട്ഫ്ലോയും ഇൻഫ്ലോയും മാത്രമാണ് നമ്മളവിടെ വന്നത്. ഫണ്ട് എന്ന് പറയുമ്പോൾ അതിലെന്തുകൊണ്ട് ക്യാഷ് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ക്യാഷുമായി റിലേറ്റഡ് ആയ ട്രാൻസാക്ഷൻസ് മാത്രം, ക്യാഷിന് തുല്യമായിട്ടുള്ള മറ്റു ഫണ്ടുകൾ എന്തൊക്കെയാണ്, പെട്ടെന്ന് ലിക്വിഡാക്കി മാറ്റാൻ പറ്റുന്ന എന്തൊക്കെയാണോ അതുമാത്രമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുള്ളൂ. ഇനി അടുത്തത് വരുന്നത് റേഷ്യോ അനാലിസിസ് ആണ്. റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ലോങ് ടൈം ലിക്വിഡിറ്റി റേഷ്യോസ് അറിയുന്നതിന് വേണ്ടിയിട്ട് കറൻറ്റ് റേഷ്യോസ്, പിന്നെ സോൾവൻസി റേഷ്യോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ലാസ്റ്റിന് ബ്രേക്ക് ഈവൻ പോയിൻ്റ് അനാലിസിസ് ആണ്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്, നോ പ്രോഫിറ്റ് നോ ലോസ്. അതായത് നമ്മൾക്കൊരു പരിധിയിലെത്തുമ്പോൾ നമുക്ക് എന്താണ് നഷ്ടം ഉണ്ടാവില്ല, ലാഭം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ആ പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് എത്തുന്നതിന് മുൻപ് നമ്മൾ ഒരു പോയിന്റിൽ എത്തിച്ചേരും. അതിനുശേഷമാണ് നമ്മൾക്ക് എന്തുണ്ടാവുള്ളൂ, പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസും ഇൻകവും ഈക്വൽ ആകുന്ന അവസ്ഥയാണ് ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയുന്നത്. അതിനെയാണ് ബ്രേക്ക് ഇവൺ പോയിന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ പോർഷനിൽ പറയുന്നത്. മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. 7 ടൂൾസാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ട്രെൻഡ് റേഷ്യോസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, റേഷ്യോ അനാലിസിസ് ആൻഡ് ബ്രേക്ക് ഇവൺ പോയിന്റ് അനാലിസിസ്.